രാഷ്ട്രീയത്തിനും അപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വില നൽകണമെന്ന വലിയ പാഠം പഠിപ്പിച്ചുവെന്ന് പറയുകയാണ് മുൻ മന്ത്രിയും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവുമായ ഡോക്ടർ എം.കെ. മുനീർ. നമുക്കറിയാം, രോഗശയ്യയിൽ നിന്ന് തിരികെ പൊതുജീവിതത്തിലേക്ക് മുനീർ വന്നിട്ട് ദിവസങ്ങൾ മാത്രമാണായിട്ടുള്ളത്. കേരളത്തിലെ പൊതു സാമൂഹിക വിഷയങ്ങളിൽ ഡോക്ടർ മുനീർ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രോഗശയ്യയിൽ തനിക്ക് ചുറ്റും സംഭവിച്ച ചില കാര്യങ്ങൾ തന്റെ കണ്ണു തുറപ്പിച്ചതായി മുനീർ പറഞ്ഞത്. ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ കിടന്നപ്പോൾ രാഷ്ട്രീയം മറന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തന്നെ പറ്റിയുള്ള വിവരങ്ങൾ കുടുംബത്തോട് വിളിച്ചു തിരക്കിയിരുന്നു. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് സെപ്റ്റംബറിലാണ് എം.കെ. മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഒരു മാസത്തോളം അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ സമയത്ത് രാഷ്ട്രീയം മറന്ന് വിവിധ പാർട്ടി നേതാക്കന്മാരും സാധാരണക്കാരും തന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നാണ് എം.കെ. മുനീർ പറയുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ അന്ന് കാണാൻ വന്നു. ICUയിലായിരുന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ 2-3 തവണ കുടുംബത്തെ വിളിച്ച് തന്റെ അവസ്ഥ തിരക്കി എന്ന് പറഞ്ഞ മുനീർ, അവരൊക്കെ രാഷ്ട്രീയം പറയാറുണ്ടെങ്കിലും അതിനപ്പുറം ഒരു മനുഷ്യനായി തന്നെ പരിഗണിച്ചുവെന്നാണ് ലഭിച്ച പാഠമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുശേഷം രാഷ്ട്രീയം പറയാമെങ്കിലും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല എന്ന രാഷ്ട്രീയ സത്യം മനസ്സിലാക്കി എന്നും എം.കെ. മുനീർ പറയുന്നുണ്ട്. അസുഖ മനോഗതിയെ തന്നെ മാറ്റിമറിച്ചു. ഏകദേശം 4-5 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. പുനർജന്മം പോലെയാണ് തോന്നിയത്. പലരുടെയും പ്രാർത്ഥനയാണ് ജീവിതം തിരികെ നൽകിയത്. ഇനിയുള്ള കാലമെങ്കിലും നന്മകൾ ചെയ്യാൻ ദൈവം തിരികെ പറഞ്ഞയച്ചതുപോലെയായിരുന്നു അത്. ഓർമ്മ തിരിച്ചു വന്നപ്പോൾ മക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിച്ചുവെന്നും മറ്റു ചിലർ തിരികെ വിളിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞതായും മുനീർ പറഞ്ഞു. ആ വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ത്തിനപ്പുറം അതിൽ ഭരണപ്രതിപക്ഷമില്ലാതെ ഇപ്പം മുഖ്യമന്ത്രി എന്നെ 2-3 തവണ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ICUയിലാണ്. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, അത് BJPയുടെ നേതാക്കന്മാരടക്കം, അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതിനപ്പുറം ഒരു മനുഷ്യനായി എന്നെ പരിഗണിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയ ഏക പാഠം. അതൊരു വലിയ പാഠമാണ്. പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മൾ അതിനുശേഷം ഞാൻ ആലോചിച്ചു, പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളൊരു മനോഗതിയിലേക്ക് ഞാൻ വരികയാണ്. വ്യക്തിപരമായി നമ്മൾ ആളുകളെ അവർ തെറ്റായി ചെയ്യുന്ന രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാം, പക്ഷേ ആ വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സത്യം. ഇത് നമ്മുടെ മനോഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങൾ. അതായത് ഏകദേശം 4-5 ദിവസം ഞാൻ ഭൂമിയിൽ ഇല്ലല്ലോ. അപ്പോൾ ഒരു പുനർജന്മം പോലെയാണ് വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് വലിയ കുറേ സത്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. പിന്നെ ഈ പ്രാർത്ഥനകളൊക്കെ കേട്ടപ്പം നീ നിനക്ക് കുറച്ചുകൂടി കാലം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായി നീ ഇനിയുള്ള കാലമെങ്കിലും നീ കുറച്ചുകൂടി നന്മകൾ ചെയ്യാൻ ശ്രമിക്കൂ. അപ്പം നമ്മളിതുവരെ തിന്മകളൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരെയും സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഞാനും മന്ത്രിയായിരിക്കുമ്പോഴും ഏറ്റവും അടിത്തട്ടുള്ളവർക്ക് വേണ്ടിയേ ഞാൻ നിന്നിട്ടുള്ളൂ. ഞാൻ ഇനി വിവാഹ ചടങ്ങുകൾക്ക് പോകുന്നുണ്ടെങ്കിലും ഏറ്റവും പാവപ്പെട്ടവരുടെ വീട്ടിൽ വിവാഹമുണ്ടെങ്കിലാണ് അതിനാണ് എൻ്റെ മുൻഗണന. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ധാരാളം ആളുകൾ, ഇപ്പം മക്കയിൽ നിന്നും എന്നെ ചില ആളുകൾ വിളിച്ചിരുന്നു സമയത്ത് എനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹറമിലുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, ഇത് കഴിഞ്ഞ് ഞങ്ങൾ മദീനയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ. പിന്നെയാണ് ഞാൻ ഈ ഫോണൊക്കെ കുറേ ദിവസം കഴിഞ്ഞാൽ തുറക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഇവരൊക്കെ തിരിച്ചു വിളിച്ചെന്ന് തോന്നുന്നു. കുറേ പേരെ എനിക്ക് കഴിയുന്നത്ര എനിക്ക് കിട്ടിയ ഫോണിൽ എല്ലാവരെയും ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ പറയുന്ന ആ ശബ്ദം
കേട്ടപ്പോൾ തന്നെ അവർക്കൊരു വലിയ നവോന്മേഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ചിലർ പൊട്ടി കരയുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ് മനുഷ്യൻ ആകത്തുക എന്ന് പറയുന്നത്? അല്പകാലത്തേക്കുള്ളൊരു ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ പിന്നെ വടംവലിയും തമ്മിൽ തല്ലും സംഘർഷമൊക്കെ ആയി നടക്കുന്നതിന് പകരം ആ സമയത്തുകൂടി എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.